എന്റെ കലാജീവിതം തകർത്തളഞ്ഞ ദ്രോഹി, നീ ഒരുത്തിക്കാരനെ ഷൂട്ടിംഗ് മുടങ്ങി എന്റെ എത്ര രൂപ നഷ്ടമെന്നറിയോ? നിന്നോട് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ ജാൻസി നീ ആ ചതി എന്നോട് കാണിച്ചത്? എന്താ ഓർമ്മയില്ല? ചവച്ചോണ്ടിരിക്കണ ബബിൾക്കം തുപ്പിക്കളഞ്ഞിട്ട് ഒന്ന് ഓർത്ത് നോക്കിയേ. ക്യാമറ റോളിംഗ് സാർ, ആക്ഷൻ! പിതാവായ ദൈവമേ, അങ്ങേ കാണുവാനായി പൊന്നും മീറിയും കുന്തിരിക്കവുമായി ഞങ്ങൾ വന്നിരിക്കുകയാണ്. പാപികളുടെ മോചനത്തിനായി അങ്ങയുടെ മുഖത്ത് ഇതാ വന്നു കഴിഞ്ഞു. ഓർക്കുന്നുണ്ടല്ലേ? നോക്കിക്കോ, ഏതെങ്കിലും ഒരു ക്രിസ്മസിന് നിന്നെ വെട്ടുമ്പോ ഞാനും മേടിക്കും നിന്റെ ഒരു കിലോ ഇറച്ചി. എന്നിട്ട് ഉരുളക്കിഴങ്ങിട്ട് വെച്ച് വല്ല ചാവലപ്പെട്ടേക്ക് എറിഞ്ഞു കൊടുക്കും. കുഞ്ഞാടും പശുവും കൂടെ ഏത് പിണ്ണാക്കന്റെ കാര്യം പറയുന്നേ? നിനക്കെന്താ നെഞ്ചുവേന ഉണ്ടോടാ? ആ, ഇടയ്ക്കിടയ്ക്ക് തോമേണ്ണ കാണുമ്പോ പറയട്ടെ, ഒരു 100 രൂപ തന്നിട്ട് പോടാ. വെറുതെ അല്ലല്ലോ, ഇരുന്നിട്ടല്ലേ. അയ്യോ, കാശ് എടുക്കല തോമേട്ട, എനിക്ക് കറണ്ട് അടക്കലത്. അപ്പൊ വഴക്ക് പറയും. അവന്റെ അമ്മൂമ്മയുടെ ഒരു കറണ്ട് കാശ് വേണ്ട, ഞാൻ മെഴുതിരി എത്തിച്ചോളാം. വെരി ഗുഡ്. ഇതിലെന്താണ് ഇത്ര വെരി ഗുഡ്? കുടിക്കുന്ന കള്ള് മുഴുവൻ അയാളുടെ നവദ്വാരങ്ങളിൽ കൂടി പുറത്തു പോണേ കർത്താവേ. ഓസാണെങ്കിൽ എന്താ ഗ്യാസ് ഓക്കെ അല്ലേ? ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഡോക്ടർ ആണോ? ഡോക്ടർ പിഷാരടി MBBS. നല്ല കൈപ്പിന്നുള്ള ആളാണോ? ഒരു മിനറൽ വാട്ടർ. ഒരു മിനറൽ വാട്ടർ. 15 രൂപ. ഏയ്, ഞങ്ങളുടെ നാട്ടിൽ വന്ന് ഇത്തിരി വെള്ളം കുടിക്കുന്നതിന് ഡോക്ടർക്ക് കാശാ. ഡോക്ടർ എനിക്ക് തീരാത്ത കടപ്പാടുണ്ട്. നിങ്ങളുടെ വേണ്ടപ്പെട്ട ബന്ധുക്കളുടെ ആരുടെയെങ്കിലും ജീവൻ ഞാൻ രക്ഷിച്ചിട്ടുണ്ടോ? ഏയ്, അതിനേക്കാൾ വലിയ കാര്യമാണ് അങ്ങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്റെ ജീവിതവും ബിസിനസ്സും പച്ച പിടിച്ചതിന്റെ കാരണക്കാരൻ ഡോക്ടറാണ്. എന്റെ കട ഇത്രക്ക് ഡെവലപ്പ് ആയത് ഡോക്ടർ വന്നതിന് ശേഷമാണ്. എന്റെ കടയിൽ കയറി ഒന്ന് ബ്ലസ് ചെയ്തിട്ട് പോണം പ്ലീസ്. ഏതാ തന്റെ കട? മെഡിക്കൽ ഷോപ്പ് ആയിരിക്കും. അല്ല, ആ കാണുന്ന പാക്കിംഗ് കേസ് ഷോപ്പാ. ഈ ആഴ്ച ഒന്നും അനങ്ങിട്ടില്ല. ആഴ്ചയിൽ ഓരോ ഓപ്പറേഷനും നടത്തിക്കൂടെ? മെഡിക്കൽ ഷോപ്പിൽ തരുന്ന പോലെ TV പിടിച്ച് തരാനുള്ള പാകം എനിക്കില്ല. എന്നാലും ആയതുപോലെ ചെയ്തോളാം. ഒന്ന് ഉത്സാഹിക്കണേ. ഞാനിപ്പോ വരാ. അപ്പൊ തന്നെ മോനൊരു കുഞ്ഞു പെട്ടിയെടുത്ത് കൊഞ്ചു കുത്തിക്കളി. ഡേ, കൊച്ചിന് പെട്ടിയെടുത്ത് ഒന്നും രണ്ടുമല്ല, ഈ മാസം വാടകയും കൂട്ടി 4 മാസം വാടക താൻ തരാനുള്ളത്. ഓ, എന്റെ ചേട്ടത്തി എല്ലാം കൂടി ഒരുമിച്ച് എപ്പോഴെങ്കിലും തരാം. എപ്പോഴെങ്കിലും തരാന്നോ? ബുദ്ധിമുട്ടും കഷ്ടപ്പാടും എല്ലാവർക്കും ഉണ്ട് സുധാകര. ചേട്ടത്തിയുടെ കഷ്ടപ്പാട് ചേട്ടത്തി സ്വയം ക്ഷണിച്ചു വരുത്തിയതല്ലേ? അല്ലെങ്കിൽ ഇട്ടിച്ചന്റെ ബംഗ്ലാവില് നല്ല മഹാറാണിയായിട്ട് കഴിയായിരുന്നില്ലേ? ഈ മാസം തന്നെ മര്യാദയ്ക്ക് കട കഴിഞ്ഞ് താക്കോൽ ഏൽപ്പിച്ചോണം. ഓ പിന്നെ, ഒഴിയാൻ പറയുമ്പോഴേക്കും ഞാൻ ഒഴിയാൻ നിൽക്കല്ലേ? അയ്യോ, പറഞ്ഞു തീർന്നില്ല. ദേ, കടയൊഴിപ്പിക്കാൻ കുഞ്ഞാട് വരുന്നുണ്ട്. അവനിപ്പൊ എന്നെ അങ്ങ് തല്ലി ഇറക്കും. പരിഹസിക്കണ്ട, നിന്നെ ഒഴിപ്പിക്കാൻ ഈ മേരിക്കുട്ടി തന്നെ ധാരാളം. 31-ാം തീയതി കട കഴിഞ്ഞ് താക്കോലിനെ ഏൽപ്പിച്ചില്ലെങ്കിൽ എന്റെ കൈയുടെ ചൂടറിയുന്നീ. ഓ, ഈ പ്രായത്തിൽ ഇനി എന്നാ ചൂടറിയാനാ? കുറച്ചുകൂടി പ്രായം കുറവായിരുന്നെങ്കിൽ നോക്കാൻ. എന്താടാ പറഞ്ഞേ? അമ്മച്ചി, അമ്മച്ചി വേണ്ട, അയാള് വിട്ടേക്ക്. ഒന്നും ചെയ്യില്ലട്ടാ. നീ ചെവിയിൽ നുള്ളിക്കോ സുധാകര. നിന്നെ ഒഴിപ്പിക്കാൻ പറ്റൂ, ഞാനൊന്ന് നോക്കട്ടെ. ഇവിടെ നിയമം കോടതിയുണ്ട്. അമ്മച്ചി ആവേശത്തിൽ ഇങ്ങനെയൊന്നും പറയല്ലേ. അമ്മച്ചി ഓരോന്ന് പറഞ്ഞ് അയാൾക്ക് വല്ല ദേഷ്യം വന്നിട്ട് എനിക്കിട്ടായിരിക്കും കിട്ടണത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരുന്ന സ്ഥലം അത്. എപ്പോ നോക്കിയാലും ആളുകൾ മുഴുവൻ എനിക്കിട്ടാണ് ഇരിക്കുന്നത്. നീ ഇങ്ങനെ ഒരു പാവത്താനായതുകൊണ്ടാ അവനൊക്കെ ഇത്ര അഹങ്കാരം. ഓ, ഞാനൊരു തല്ലുപിടുത്തക്കാരനാവാത്തതാ ഇപ്പൊ കുറ്റായി പോയത്. അമ്മച്ചി ഇങ്ങനെയൊക്കെ പറഞ്ഞു പറഞ്ഞ അവസാനം ഞാൻ വല്ല കൊട്ടേഷനായി മാറൂട്ടോ. നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ ജോസ്മോൻ ഉണ്ടായിരുന്നെങ്കിൽ കാണാമായിരുന്നു. നീ ഇങ്ങനെ ഒന്നിനും കൊള്ളാത്തവനായിപ്പോയല്ലോ. അല്ലെങ്കിലും 12-ാം വയസ്സിൽ ഒളിച്ചോടി പോയ മോനോടാ അമ്മച്ചിക്ക് സ്നേഹം. ഞാൻ ഒന്നിനും കൊള്ളാത്തവനാ, ധൈര്യമില്ലാത്തവനാ. സംസാരിക്കുമ്പോ ഒടുക്കത്തെ ധൈര്യം അമ്മച്ചി. പക്ഷെ പ്രവർത്തിയോട് അടുക്കുമ്പോഴേക്കും ധൈര്യമൊക്കെ ചോർന്നു പോവും. എല്ലാം ശരിയാവും, അമ്മച്ചി നോക്കിക്കോ. അമ്മച്ചി മോനെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ആ സുധാകരനോടുള്ള ദേഷ്യത്തിനല്ലേ അങ്ങനെ പറഞ്ഞത്. സോളമാ കുണ്ടുകുഴി. റോഡാകുമ്പോ കുണ്ടും കുഴിയൊക്കെ ഉണ്ടാവും. അതല്ല, കുണ്ടുകുഴി അച്ഛൻ അന്വേഷിക്കുന്നുണ്ട്. ആണോ? അമ്മച്ചി നടന്നോ, ഞാൻ അച്ഛനെ കണ്ടിട്ട് വരാം. സുഖമൊരു ബിന്ദു. പറഞ്ഞിട്ട് കേറണ്ട. പ്രസവിച്ച് കിടക്കുന്ന ഭാര്യയെ കാണാൻ പോകുമ്പോ നീ എന്നെ മോർച്ചല്ലാക്കാൻ നോക്കുന്നോ?
എന്റെ കർത്താവേ. അളിയോ ഇപ്പോഴും അളിയന്റെ മനസ്സിൽ നിന്ന് മേരിക്കുട്ടി പോയിട്ടില്ലല്ലോ. എങ്ങനെ പോവാനാ ചവരോ? കല്യാണത്തലേ നീ കൈവെള്ള എന്നല്ലേ ദൈവം തമ്പുരാൻ അവളെ തട്ടിത്തെറിപ്പിച്ചത്. അതങ്ങനെ ദൈവത്തിന് നിരക്കാത്ത പണിയല്ലയോ കാണിച്ചു. വീട്ടുവേലക്കാരിയെ ജീവിതകാലം മുഴുവൻ ചുമക്കാനും നിന്നെ പോലുള്ള ഊച്ചാളികളെ അളിയാന്ന് വിളിക്കാനുമാണ് എന്റെ വിധി. നന്നായി പോയി. മേരിക്കുട്ടിയുമായി ആത്മാർത്ഥമായ സ്നേഹമുണ്ടായിരുന്നെങ്കിൽ വേലക്കാരത്തേക്ക് വയറ്റിലുണ്ടാക്കാൻ പോകുമായിരുന്നോ? നല്ല സദ്യ ഉണ്ടായിരിക്കുമ്പോ കട്ട് കപ്പ പറിക്കാൻ പോയി എങ്ങനെ ഇരിക്കും? എന്റെ പെങ്ങള് ബുദ്ധിമതി ആയതുകൊണ്ട് മേരിക്കുട്ടിയോട് ചെന്ന് കാര്യം പറഞ്ഞു, കല്യാണം മുടങ്ങി. അളിയൻ ചതിച്ചതിന്റെ വാശി തീർക്കാൻ മേരിക്കുട്ടി കപ്പിയാരെ അങ്ങ് കെട്ടി. അതിന് മേരിക്കുട്ടിയെ ഞാൻ കുറ്റം പറയൂല, എല്ലാം അളിയന്റെ കുറ്റം തന്നെയാ. നീ ഇതെങ്ങോട്ടാ പോണേ? കള്ളും പുറത്ത് അങ്ങനെ ഒരു അബദ്ധം പറ്റിയതിന് നീയും നിന്റെ വീട്ടുകാരും കൂടി അവളെ എന്റെ തലയെ കെട്ടിവെച്ചില്ലേ? ഒരു ജീവിതം പോയില്ലേ? നീ കാറി കയറണ്ട, നടന്നു പോയാ ബെൻസി കയറാൻ പറ്റിയൊരു സാധനം. എന്റെ അളിയ പണ്ടം കണ്ടോ നടന്ന കാര്യം പറഞ്ഞോണ്ട് അളിയൻ ഇങ്ങനെ മേരിക്കുട്ടിയെ കണ്ടാ കുഴപ്പം. പെട്ടെന്ന് ഭ്രാന്തളകും. എത്രയോ നിന്റെ അച്ഛനടാ. ഞാനെന്താണ് കുട്ടികളുടെ ചെണ്ട വരണവന് പോണവനൊക്കെ അടിക്കാൻ? ഓഹോ, ചെറുത്താന്റെ വണ്ടി വന്നു. നിനക്കറിയോ, നിന്റെ അമ്മയുടെ മേരിക്കുട്ടിയുടെ ഓർമ്മയ്ക്കാ എന്റെ മോൾക്ക് ഞാൻ മേരിന്ന് പേരിട്ടത്. എന്റെ ഭാര്യ എതിർത്തു, ബന്ധുക്കൾ പരിഹസിച്ചു, ഒന്നും ഞാൻ കാര്യാക്കിയില്ല. അത്രയ്ക്ക് മനസ്സിൽ കൊണ്ടു നടന്നതാ ഞാൻ നിന്റെ അമ്മയെ. ഇപ്പൊ നിന്റെ മനസ്സിലും എന്റെ മോളുണ്ടെന്ന് എനിക്കറിയാം. നീ അവളെ സ്നേഹിക്കണം. ഞാൻ മേരിക്കുട്ടിയെ സ്നേഹിച്ചതുപോലെ ഒരുപാട് ഒരുപാട് സ്നേഹിക്കണം. അവളില്ലാതെ നിനക്ക് ജീവിക്കാൻ പറ്റില്ല എന്നൊരവസ്ഥ വരുന്നത് വരെ സ്നേഹിക്കണം. എന്നിട്ട് വേണം എനിക്ക് അവളെ വേറൊരുത്തിന് കെട്ടിച്ചു കൊടുക്കാൻ. അത് ഈ ഇട്ടിയച്ഛൻ്റെ ഒരു വാശിയാ, നിന്റെ അമ്മയ്ക്കുള്ളൊരു മറുപടിയാ. അല്ലാതെ എന്റെ പെണ്ണിനെ നിന്റെ അപ്പം കൊണ്ടുപോയ പോലെ എന്റെ മോളെയും കൊണ്ടുപോകാമെന്ന് വിചാരിക്കണട കപ്പ്യാർക്ക് ഉണ്ടായ മോനെ. അങ്ങനെ നീ വിചാരിച്ചാ നിന്റെ നെഞ്ചത്തുകൂടെ ഈ ബെൻസുകാർ കയറ്റി നിന്നെ കൊല്ലും. ഇട്ടിച്ചായ, കഴിഞ്ഞ പ്രാവശ്യം ഇട്ടിച്ചായന്റെ മോൻ ജോണിക്കുട്ടി എന്നെ തല്ലിയതിനു ശേഷം മേരി അല്ല അവളുടെ നിഴലിനെ പോലും ഞാൻ കണ്ടിട്ടില്ല. നീ കാണണം, എന്നാലേ എന്റെ മോഹങ്ങൾ പൂവണി. കേൾക്കോളൂ, നല്ല ബഹുമാനമുള്ള പയ്യനാ. എന്നാ നീ നിന്റെ അമ്മേനെ അവന് കെട്ടിച്ചു കൊടുക്കടാ, എന്നിട്ട് അച്ഛാന്ന് വിളിക്കൂ. വണ്ടി വിടറാ. സ്ത്രീകളുടെ സീറ്റാ അതിന്. ആ കുട്ടി എത്ര നേരെ വിളിക്കുന്നേ? ചെന്നിരിക്കണോ? ചെല്ല്. എന്നിട്ട് വേണം ആളുകൾ അതും ഇതൊക്കെ പറയാൻ. പിന്നെ നിങ്ങൾ തമ്മിൽ ഇഷ്ടമാണെന്ന് നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ എന്തിനാണോ വെറുതെ നമ്പർ? ചെന്നിരിക്കേ. അതിരിക്കട്ടെ, രണ്ടുപേരും കൂടി എങ്ങോട്ടാണ്? ആ കുട്ടി എങ്ങോട്ടോ പോകുന്നു, ഞാൻ വേറെ എങ്ങോട്ടോ പോകുന്നു. എന്നിട്ടാണല്ലേ രണ്ടുപേരും ഒരു സ്ഥലത്തേക്ക് ടിക്കറ്റ് എടുത്തിരിക്കുന്നത്, അതും റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റോപ്പ്. കാക്കി കൊടുത്തുന്ന ക്വസ്റ്റ്യൻ ജലാധികാര കണ്ടക്ടർക്കില്ലാട്ടാ. അല്ല, രണ്ടുപേരോട് ഒളിച്ചോടി പോകാണെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാണ്. ഓ, തല ഇറങ്ങിട്ട് വയ്യേ, തല ഇറങ്ങിട്ടാ. ഒന്ന് ഇരുന്നോട്ടെ സിസ്റ്റർ. സിസ്റ്റർ ചുമ്മാ ചുമ്മാ നമ്മൾ പരിചയമില്ലാത്ത പോലെ ഇരുന്നാ മതി. ബോഡി ടച്ച് ചെയ്യല്ലേ. അതെ, അവര് ഒളിച്ചോടി പോവാണോ? ആർക്കറിയാ? പിന്നെ സാധ്യത ഇല്ലാതില്ലാതില്ല. എന്താടാ ജോണിച്ചായ, ചതിവ് പറ്റുമെന്നൊരു സംശയം. ആ സോളമനെ രാവിലെ മുതൽ കാണാനില്ല. കവലയിലൊരു ന്യൂസ് വരുന്നിട്ടുണ്ട്, അവൾ ആ സോളമന്റെ കൂടെ ഒളിച്ചോടിപ്പോയെന്ന്. അപ്പൊ ഇതൊക്കെയാണ് സോളമന്റെ പ്രശ്നങ്ങൾ. ധൈര്യമില്ലാത്ത താനെങ്ങനെ ഈ കുട്ടിയെ സ്നേഹിച്ചു? ഇത്രയും അടി കൊണ്ടിട്ടും ഈ കുട്ടിയോടുള്ള സ്നേഹം എന്തുകൊണ്ട് പോയില്ല? പ്രശ്നങ്ങളെ നേരിടാനുള്ള ധൈര്യം ഇല്ലെങ്കിൽ ഈ ഇഷ്ടമൊക്കെ വേണ്ടെന്ന് വെച്ചൂടെ? അപ്പൊ തന്റെ മനസ്സിൽ ധൈര്യമൊക്കെ ഉണ്ട്. യാതൊരു കാര്യപ്രാപ്തി ഇല്ലെങ്കിൽ തനിക്കൊരു സംവിധായകനാകാൻ കഴിയില്ല, സീരിയൽ ഡയറക്ടർ ചെയ്യാനും കഴിയില്ല. താനൊരു കാര്യം ചെയ്യും, ആദ്യം ആ സീരിയൽ അങ്ങ് പൂർത്തിയാക്കാം.
അതൊന്നും ഇനി നടക്കൂല പോത്തൻ ഡോക്ടറെ. യൂദാസായിട്ട് അഭിനയിക്കുന്നവൻ വാർക്കപ്പണി കളഞ്ഞു വരാൻ പറ്റില്ലെന്ന് പീലാത്തോസിനെ വിളിച്ചപ്പോ അവൻ പിന്നെയും കൈയഴുകി. തട്ടുകടയിൽ എന്നും പ്ലേറ്റ് കഴുകലാ പണിയുന്നു. എല്ലാം പോട്ടെ, ഉണ്ണീശുണ്ടല്ലോ വല്ലാണ്ട് വളർന്നു വലുതായി. ഇപ്പൊ 2ാം ക്ലാസ്സിലാ. ഇനി അതൊന്നും നടക്കില്ല ഡോക്ടറെ. പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങളില്ല. പ്രശ്നങ്ങളെ ധൈര്യത്തോടെ നേരിടണം. ധൈര്യം വെക്കാനുള്ള എന്തെങ്കിലും മരുന്നുണ്ടോ ഡോക്ടർ? മരുന്നോ? മനസ്സാണ് ഏറ്റവും വലിയ മരുന്ന്. ഇത് കൗൺസിലിംഗ് കൊണ്ട് ശരിയാക്കാനുള്ളതേ ഉള്ളൂ. ധൈര്യമായിട്ടിരുന്നുള്ളൂ. ധൈര്യം ഇല്ലല്ലോ ഡോക്ടർ. എന്നാ പിന്നെ ചുമ്മാ ഇരുന്നാ മതി. രാഷ്ട്രീയ കാപാലികന്മാരുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട നമ്മുടെ പ്രിയങ്കരനായ ജില്ലാ സെക്രട്ടറി MS മേനോന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് കടകമ്പോളങ്ങൾ അടച്ച് ഹർത്താൽ ആചരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. കർത്താവേ, ഹർത്താല്! ഞാൻ അപ്പഴേ പറഞ്ഞ വേണ്ട വേണ്ടെന്ന്. ഇന്ന സമയത്ത് ഇനി കണ്ടില്ല, അപ്പൻ എന്നെ കൊല്ലും. ഏത് സമയത്ത്? ആ കുഞ്ഞാട് എങ്ങോട്ടാ പോയത്? എന്നോടൊന്നും പറഞ്ഞില്ല. എന്താ ജോണിക്കുട്ടി? ഏയ് ഒന്നുമില്ല. അവരെ കുറിച്ച് വല്ല വിവരവും കിട്ടിയോ? ആരെ കുറിച്ച്? അല്ല, ഒരു കരക്കമ്പി കേട്ടായിരുന്നു സോളമനെ അവിടുത്തെ കൊച്ചിനെയും കാണാനില്ലാന്ന്. വല്ലവനും പറയുന്നിട്ട് വേണ്ടാതിനും പാടി നടന്നുണ്ടല്ലോ. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ ജീപ്പ് എടുത്ത് ഇങ്ങനെ പരക്കം പായുന്നത്? നിന്റെ അമ്മച്ചിക്ക് സംബന്ധം ആലോചിക്കാൻ അറിയണോടാ? ഗവൺമെന്റ് പോയ പെങ്ങളെ കുറിച്ച് വല്ല അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ വിവരം അറിയുന്നേ. അറിയും. ഹർത്താലിൽ പരക്കിയ ആക്രമണം. കൊല്ലപ്പെട്ട MS മേനോൻ അനുശോചനം രേഖപ്പെടുത്തി നടത്തിയ ഹർത്താലിൽ വ്യാപകമായ കല്ലേറും അക്രമവും. ജോണിക്കുട്ടി, നിങ്ങളുടെ പെങ്ങള്. ബസ് യാത്രക്കാരിയായ യുവതിക്ക് കല്ലേറിൽ ഗുരുതരമായ പരിക്ക്. ആ ദാരുണ ദൃശ്യം കണ്ട് കൂടെയുള്ള സുഹൃത്തായ യുവാവ് കുഴഞ്ഞു വീണു. ജോണിക്കുട്ടി, ഇനി നാട്ടുകാരറിയോന്നുള്ള ചമ്മല് വേണ്ട. ടൗണിൽ ആശുപത്രി ചെന്നാൽ രണ്ടിനെ കൈയോടെ പൊക്കാം. എന്നിട്ട് മാന്യമായിട്ട് അവരുടെ കല്യാണം നടത്തി കൊടുക്കുക. അയ്യോ, വണ്ടിയും പോയി. അവരിങ്ങോട്ട് വരണ പോലെ തോന്നുന്നുണ്ടല്ലോ. കുറച്ചങ്ങോട്ട് മാറി നിൽക്ക്. നിനക്ക് മാറിയെന്നൂടെ? എന്റെ കൈയും കാലം അനങ്ങണില്ല. പറഞ്ഞപ്പോഴേക്കും മാറിക്ക. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ? ഇങ്ങോട്ട് വേണ്ട, അവളൊന്നും ചെയ്യരുത്. ഇങ്ങോട്ട് വരാൻ. ജോൺകുട്ടി, വേണ്ടോ? അയ്യോ, എന്റെ കുഞ്ഞിന്റെ തലല്ലേ ജോണിക്കുട്ടി. എന്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യരുത്. അയ്യോ, കുഞ്ഞിനെ തല്ലാടാ. ഇനി നിന്റെ നിഴൽ അവളുടെ ദേഹത്ത് വീണ കുടുംബത്തോടെ കത്തിച്ചു കളയും ഞാൻ, കേട്ടോടാ. വാടാ. അപ്പനെന്തിനെ തടയാൻ വന്നേ? അവരെന്നെ തല്ലിച്ച് പോവൂലേ? ഒരു കുർബാന കഴിഞ്ഞ ആളുകൾ പോണ പോലെ കണ്ടാ പോരായിരുന്നോ? ആ സാറേ, ഒരാഴ്ചയായിട്ട് പെട്ടി ഒന്നും അനങ്ങിട്ടില്ല. ഒന്ന് സഹായിക്കും സാറേ. ഒന്ന് പോടോ. അത്യാസന്ന നിലയിലാണെന്ന് തോന്നുന്നു. ക്രിസ്ത്യാനിയാണല്ലേ? അതെ. എന്താ? അല്ല, ഹൈറ്റ് ഒരു 5'2" കാണായിരിക്കും അല്ലേ? കാണും.
ഹാർട്ടുണ്ട്. അവന്മാര് കണ്ണി ചോരയില്ലാതെ ഇങ്ങനെ ചെയ്തു കളഞ്ഞല്ലോ. എന്റെ മക്കളായാലും ശരി, പോലീസിൽ കേസ് കൊടുക്കണം. അല്ലേ മേരി? എന്നിട്ട് വേണം ജോണിക്കുട്ടി ഇനിയും വന്ന് തല്ലാൻ. എനിക്കിതൊക്കെ ശീലായി. അടി കൊണ്ട് ദേഹം മുഴുവൻ തഴമ്പാ. അപ്പന്റെ കാര്യം ആലോചിക്കുമ്പോഴേ സങ്കടമുള്ളൂ. ഓ, എന്തായാലും ഓനപ്പാ കഴുകനെ പോലെ ഇവിടെ ചുറ്റിത്തിരിഞ്ഞ് നടക്കണേ. എന്നാലും മക്കളെ ജീവിതത്തിൽ കടന്ന കൈയായി പോയിട്ടിച്ചാ. അത് തന്നെയാണ് ഞാനിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ അവരെ ശരിക്കും ശകാരിച്ചു. ഇളയവൻ റോയിച്ചൻ കരഞ്ഞില്ല എന്നേ ഉള്ളൂ. ചെയ്തത് അബദ്ധമായി പോയി എന്ന് അവർക്ക് മനസ്സിലായി. ഇവരോട് വന്ന് മാപ്പ് പറയാതെ ഒരുത്തനും ഒരു തുള്ളി ബ്രാൻഡി കൊടുക്കില്ല എന്ന് പറഞ്ഞപ്പോ അവസാനം 3 പേരും വന്ന് മാപ്പ് പറയാതെ സമ്മതിച്ചു. ആ പോക്കികൾക്ക് 100 ആയുസ് അതേ വരുന്നു. മാപ്പ് പറഞ്ഞോളൂ. എടാ നായിന്റെ മോനെ, എന്തോ നിന്നോട് കുറച്ച് കാര്യങ്ങളോട് പറയാനാ ഞങ്ങളോട് വന്നത്. എന്താ ജോണിക്കുട്ടി മാപ്പ് പറയാന്ന് പറഞ്ഞിട്ട്? ഇനി നീ അബദ്ധത്തിൽ പോലും മേരിയുടെ മുന്നിൽ വന്ന് നിൽക്കരുത്. ഞായറാഴ്ച പള്ളിയിൽ ആദ്യത്തെ കുർബാനയ്ക്ക് അവള് വരുന്നത്. ആ കുർബാനയ്ക്ക് പോലും നിന്നെ കണ്ടുപോരുത്. കുർബാന മുടക്കുന്നത് പാപല്ലേ ജോണിക്കുട്ടി? 3ാമത്തെ കുട്ടികളുടെ കുർബാനയ്ക്ക് വന്നോട്ടെ. എനിക്ക് കുട്ടികളുടെ കുർബാന ഇഷ്ടാ. എന്നാ നിനക്ക് നഴ്സറി സ്കൂളിൽ പോയി കൊടുറ പന്നി. കമ്പ്യൂട്ടർ ക്ലാസ്. ആ രാവിലെ 9 മണിക്ക് അവൾ കമ്പ്യൂട്ടർ ക്ലാസ്സിൽ പോകും. 9 മുതൽ 2 വരെ നിന്നെ കവലെ കണ്ടുപോരുത്. പ്രാക്ടീസ് പറഞ്ഞു. വൈകിട്ട് 4 മുതൽ 5 വരെ അവള് വടക്കങ്ങാടിയിൽ കൊയർ പ്രാക്ടീസിന് പോകും. ആ പരിസരത്ത് നിന്നെ കണ്ടില്ല. ചുരുക്കി പറഞ്ഞാൽ ഇവൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല. അതെന്നെ നിനക്ക് മനസ്സിലായില്ല. തല്ലുകൊള്ളാതെ ജീവിച്ചു പോണെങ്കിൽ നീ ഇനി അധികം പുറത്തിറങ്ങണ്ട. ഇതിന് വിരുദ്ധമായി നീ എന്തെങ്കിലും പ്രവർത്തിച്ചാ ലോനപ്പാ ഇവന്റെ അളവിൽ ഒരു പെട്ടി നീ തയ്യാറാക്കി വെച്ചോ. വാടാ. നീ വിഷമിക്കണ്ട. ജോണിക്കുട്ടി എന്ത് വിലക്ക് ഏൽപ്പിച്ചാലും അവളുടെ സ്നേഹം യഥാർത്ഥമാണെങ്കിൽ, അവള് ചതിക്കാത്തവളാണെങ്കിൽ, നിനക്ക് എന്തൊക്കെ കുറവുകളുണ്ടെങ്കിലും തെറ്റുകളുണ്ടെങ്കിലും അവള് നിന്റെ ജീവിതത്തിലേക്ക് തന്നെ വരും. അവള് ചതിക്കുന്നവളാണെങ്കിൽ വേറെ ഏതെങ്കിലും തെണ്ടി പട്ടി ഏരപ്പ നാറി ശവത്തിന്റെ കൂടെയാണ് പോയിക്കോളൂ. അതൊക്കെ മോനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും മേരിക്കുട്ടി. പോട്ടെ കപ്പ്യാരേ. ഗ്രേറ്റ് മാൻ. ഇത്ര പെട്ടെന്ന് അങ്ങനെ കയറ്റി അയക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. താങ്ക് യു സർ. താങ്ക് യു. നീ പിന്നെ സംവിധാനം പഠിച്ച് നാട്ടുകാരുടെ നിന്ന് മേടിച്ചു കൂട്ടാൻ തീരുമാനിച്ചാണോ? ബ്ലോക്കിൽ നീ വാഴവിത്ത് കൊണ്ടുവച്ചിട്ട് 2 ആഴ്ചയായി. നിനക്കതൊന്ന് കുഴിച്ചു വെച്ചൂടെ? ഒരു തൊപ്പിയും വെച്ചിരിക്കുന്നു. ഇത് സംവിധായകന്റെ തൊപ്പിയാണ്, അല്ലാതെ വാഴ നടുമ്പോൾ വെക്കുന്ന പാളത്തൊപ്പിയല്ല. ഒരു വാഴയ്ക്ക് വളരാൻ നിങ്ങൾ എന്തുമാത്രമാണ് ചെലവാക്കുന്നത്? ഒരു കലാകാരന് വളരാൻ നിങ്ങൾ എന്ത് വാഴയ്ക്കാണ് ചെലവാക്കുന്നത്? എടാ 2 കൊല വിറ്റ കാശാ നിന്റെ തലയിൽ ഇപ്പൊ ഈ തൊപ്പിയായിട്ടിരിക്കുന്നേ. പിന്നെ കൊല എടുത്ത് തലയിൽ വെക്കാൻ പറ്റുമോ? കലയെ കുറിച്ച് സംസാരിക്കുമ്പോൾ കൊലയെ കുറിച്ച് പറഞ്ഞാൽ ഇവിടെ കൊല നടക്കും. എന്താ പറഞ്ഞത്? അപ്പനെന്നെ കൊല്ലുന്ന്. ഇതുപോലെ കുഴികൂത്താൻ പറഞ്ഞിട്ട് കേൾക്കാത്തനാ പണ്ട് മൂത്തവനെ ഞാൻ കെട്ടിയിട്ട് തല്ലിയത്. അതോടാ മോൻ ഒളിച്ചോടി പോയില്ലേ? എന്നിട്ട് അപ്പം പഠിച്ചാ പണിയെടുക്കാൻ എന്നെ നിർബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ഞാനും എന്റെ പണി നോക്കി പോട്ടോ. അവനോടൊന്നും പറയണ്ട. അവനെ കൊണ്ട് ഈ കുടുംബത്തിന് എന്തെങ്കിലും ഉപകാരം ഉണ്ടാകുമെന്ന് വിചാരിക്കുകയും വേണ്ട. ഇവനെയൊക്കെ 10 മാസം ചുമന്നു പറ്റതൊക്കെ വെറുതെയാ. അമ്മച്ചി എപ്പോഴെപ്പോഴും ഇങ്ങനെ 10 മാസത്തിന് കണക്ക് പറയല്ലേ? അമ്മച്ചി ഒരു കാര്യം ചെയ്യ്, ഈ കൊട്ടലേക്ക് കയറിയിരിക്കെ. എന്നിട്ട് ഞാൻ എന്റെ അമ്മച്ചും ചുമന്നുകൊണ്ട് ഒരു 12 മാസം ഇങ്ങനെ നടക്കാം. എന്നിട്ട് ആ കണക്ക് അങ്ങോട്ട് വീട്ടാ പലിശ അടക്കാം. വേറെ ഒന്നും വേണ്ട. അധ്വാനമുള്ള കൃഷിപ്പണിയൊന്നും ചെയ്യണ്ട. എന്റെ കപ്പ്യാര് പണി എങ്കിലും ഏറ്റെടുത്ത് നിനക്കൊന്ന് നടത്തുകൂടെ? എന്ത്? ഒരു സംവിധായകനായി ഞാൻ വെളുപ്പിന് പോയി മണിയമ്മ കിടന്ന് തൂങ്ങണമെന്നോ? അപ്പനത് എന്നോട് പറയുന്നത് എങ്ങനെ ധൈര്യം തോന്നി? സൂം ലെൻസും ബ്ലോക്ക് ലെൻസും തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കാൻ ഞാനിത് കിടന്ന് പെടാൻ പാടുപെടാ. അതിന്റെ ഇടയിൽ അപ്പം കപ്പ്യാര് പണിയായിട്ട് വരില്ലേ? വേണ്ട, നീ ഒരു പണിക്കും പോകണ്ട. നീ ഇങ്ങനെ സിനിമയെന്നും സീരിയലും എന്നൊക്കെ പറഞ്ഞു കുടുംബം മുടിച്ച് നടന്നു. ഞാൻ ചത്താലും എന്റെ ചാവുമണി അടിക്കാൻ പോലും നീ പോകരുത്. എന്റെ കർത്താവേ, ഇങ്ങനെ ഒരു പാഴ്വിത്തിന് നട്ടുവളത്തിന്റെ പ്രായച്ചിത്തമായി ഞാൻ ഏതെങ്കിലും പൊട്ടക്കണക്ക് ചാടിച്ചാവും. നോക്കിക്കോ. അമ്മച്ചിക്ക് അറിയോ സിനിമയ്ക്ക് വേണ്ടി കടവും ദാരിദ്ര്യം അനുഭവിക്കേണ്ടി വന്ന വില്യം ഫ്രീ സ്ക്രീനിന്റെ കഥ? അമ്മച്ചന്റെ സംവിധാനം ഫ്രീസ് ആക്കല്ലേ? എന്റെ സംവിധാനത്തിന് കോഴിക്കാട്ടമായി. എന്റെ അളിയ, എത്രയും പെട്ടെന്ന് നല്ലൊരു കാര്യം ഉണ്ടാക്കി പെങ്കൊച്ചിനെ കെട്ടിച്ചയക്കുന്നതാ നല്ലത്. മണ്ടത്തരം പറയാതോടോ. ചെറുക്കന്റെ വീട്ടുകാർ നാട്ടിൽ വന്ന് അന്വേഷിക്കുമ്പോ പെണ്ണ് വേറൊരുത്തന്റെ കൂടെ ഒളിച്ചോടി പോയതാണെന്ന് അറിയില്ലേ? 1-2 കൊല്ലം അങ്ങോട്ട് പോട്ടെ, അപ്പോഴേക്കും നാട്ടുകാർ ഇതൊക്കെ മറക്കും. വെള്ളം ഒഴിച്ചിട്ടില്ല. നീ വേറെ അതെ, അയ്യേ അതിനല്ല. എട്ടിച്ചായ, ഞാൻ അവിടെ മനസ്സ് ചോർത്തിയെടുത്തു.
പോയ സ്ഥലമൊക്കെ അവൾ എന്റെ അടുത്ത് പറഞ്ഞു. വേറെ ഡ്യൂപ്ലിക്കേഷൻ ഒന്നും നടന്നിട്ടില്ല. ആ ചെറുക്കൻ ടൗണിൽ സൈക്കിൾ ചവിട്ടിസ്റ്റിനെ കളിക്കാൻ കൊണ്ടുപോയതാ. ഈ ഭ്രാന്തിനൊക്കെ ചികിത്സിക്കുന്ന സൈക്കിൾ ചവിട്ടിസ്റ്റേ. അപ്പൊ ആ കുഞ്ഞാടിന് ഭ്രാന്തുണ്ടോ? ഒരു കാര്യം പറഞ്ഞേക്കാം, അവനെ മനസ്സിൽ നിന്ന് വേരോടെ അങ്ങ് പിഴുത് കളഞ്ഞേക്ക്. അതാ നിനക്കും അവന് നല്ലത്. അല്ലെങ്കിൽ എന്റെ തല്ലുകൊണ്ട് അവൻ വഴി കിടന്ന് ചാകും. തിരിച്ചടിക്കില്ലെന്ന് ഉറപ്പുള്ള ഒരാളെ തല്ലുന്നത് അത്ര വലിയ ആണത്തൊന്നല്ല. ഇനി ഇച്ചാൻ അവനെ തല്ലിക്കൊന്നാലും കുറച്ചു കാലം കഴിഞ്ഞ് എല്ലാം മറന്ന് ഞാൻ വേറൊരുത്തന്റെ കൂടെ പോർക്കൊന്നും വിചാരിക്കണ്ട. എവള് സ്ഥിര സീരിയല് കാണുന്നുണ്ട്. ഇത്ര നേരായിട്ടും അപ്പനെ കാണാനില്ലല്ലോ സോളമ. ഇനി പറഞ്ഞ പോലെ വല്ല അബദ്ധവും കാണിച്ചോ? ചുമ്മാ വേണ്ടാതിനും പറയാതിരി. ആ ടോർച്ച് എടുത്ത് കിണറിന്റെ ഭാഗത്തൊന്ന് നോക്കിയ സോളമ. പറഞ്ഞ കേട്ടില്ലടി, പോയി നോക്കൂ. ചേട്ടനോടല്ലേ പറഞ്ഞേ? നിങ്ങള് പുലി പോലത്തെ 3 പെണ്ണുങ്ങൾ ഇവിടെ ഉള്ളപ്പോ ഈ രാത്രിയിലെ ഒറ്റയ്ക്ക് ഞാൻ തന്നെ ഇരുട്ടത്ത് പോയി നോക്കണോ അല്ലേ? നിങ്ങളെ ആളുകൾ കൊള്ളാലോ. വാ അമ്മച്ചി, നമുക്ക് പോയി നോക്കാം. അത് ശരി, അപ്പൊ എന്നെ ഒറ്റയ്ക്കാക്കിട്ട് പോലുള്ള പരിപാടിയാ? എല്ലാവരുടെ അപ്പനാവുമ്പോ ഒരുമിച്ച് പോയാ മതി, അതാണ് മര്യാദ. ഇവരെന്താ ഒറ്റയ്ക്കാക്കി എന്നെ പാഠം പഠിപ്പിക്കുക? പ്രത്യേകിച്ച് രാത്രിയില് നമ്മൾ എവിടെ പോയാലും ഫാമിലി ആയിട്ടേ പോകാവൂ. ഒരു അക്ഷരം മിണ്ടരുത് നീ. കല്ലുമ്മ തട്ടി മുഖം അടിച്ചോണ അങ്ങനെ മിണ്ടാമോ? കഷ്ടം. ഒന്ന് മിണ്ടാതിരിക്കേട്ടാ. ആ ടോർച്ച് ഒന്ന് ശരിക്കടിച്ചേ. അപ്പാ അപ്പാ, ഇതാരൊക്കെ വന്നിരിക്കണെന്ന് നോക്കിയേ. അമ്മച്ചി, അപ്പനെ കിണറ്റിലില്ല. നമുക്ക് അമ്മയുടെ കിണറ്റിലൊന്ന് പോയി നോക്കിയാലോ? അടിയിലെ ദൂരം വഴി അങ്ങോട്ട് പോയിണ്ടെങ്കിലോ? അമ്മച്ചി, അപ്പൻ കിണറ്റിലുണ്ട്. താഴേക്ക് പോയിട്ടില്ല, തൂങ്ങിക്കിടക്ക. സിസിലി, നീ ചായ പിന്നെ വട കൊടുത്തിട്ടോ? അമ്മച്ചിക്ക് അറിയില്ല, ഒന്നും പറ്റിയിട്ടില്ല. അപ്പാ സൂക്ഷിച്ച് പിടിവിടല്ലേ, വടം എല്ലാം ഇറക്കി തരാം. അമ്മച്ചി ഇങ്ങനെ കരയില്ലേ? മാറി. അപ്പനെന്താ ഭാരാ? എന്താ? ഞങ്ങളുടെ അപ്പൻ കെട്ടിപ്പോയി. അപ്പൊ ഞാനാരാ? അതാ അപ്പൻ കരയില് നിക്കണു. അപ്പൊ അപ്പൻ കെട്ടി ചാടിയില്ലേ? എന്താ ചാടണോ? വേണ്ട. അപ്പൊ കിണറ്റി കിടക്കണ അപ്പനെ ഏതാണാവോ? ആരായാലും പിടിച്ചു കയറണ്ട. അപ്പാ അല്ല, ആരാ? പിടിച്ചോ, പിടിച്ചേറ്റ് അപ്പം താഴെ പോവല്ലേ? പേടിക്കണ്ട പേടിക്കണ്ട, ഞാൻ ആരെ ഉപദ്രവിക്കുന്ന ഒരു ടൈപ്പ് അല്ല. കിണറ്റിൽ വീണ താങ്കളുടെ ജീവൻ രക്ഷിച്ച ആൾക്കാരായി നിൽക്കുന്നത്. രക്ഷാപ്രവർത്തനത്തിന് ചുക്കാൻ പിടിച്ചത് ഞാൻ തന്നെയാ. ഇവിടെ എങ്ങും കണ്ടിട്ടുള്ള ആളല്ലല്ലോ. എങ്ങനെയാ കിണറ്റ് വീണത്? എങ്ങനെയാ വീണതെന്ന് വീണ്ടും കാണിച്ച ആള് തട്ടിപ്പോവില്ല അപ്പ. ആട്ടെ, കിണറ്റിന്റെ നടുവിലൂടെ എവിടേക്കാ നടന്നു പോയത്? ഒട്ടനാണോ ഭ്രാന്തനാണോ? നമ്മള് സൂക്ഷിക്കേണ്ട ആളാണ്. എന്താ പേര്? വെസ്കണുവിന്റെ നാട് എവിടെയാ? ആൾക്ക് വിശക്കണമെന്നാ പറഞ്ഞത്. ആ ചോറെടുത്ത് കൊടുക്കടി. ബൈ ദ ബൈ, കിണറ്റിനടിയിൽ ഓക്സിജൻ ഉണ്ടായിരുന്നോ? ഇല്ല, ഞാൻ ഒറ്റയ്ക്കായിരുന്നു. വിളമ്പി കൊടുക്കാൻ പറ്റി? ഭക്ഷണം കഴിപ്പ് കണ്ടിട്ട് കിണറ്റില് കഴിഞ്ഞ ആഴ്ച വീണാന്ന് തോന്നണോ? അപ്പം വല്ലതും കഴിച്ചാർന്നോ? നമ്മുടെ പശുക്കൾ ഇന്ന് പട്ടിണിയാവുന്നെനിക്ക് ഉറപ്പായി. അതുകൾക്കുള്ള കഞ്ഞിയും കാടികളൊക്കെ നമ്മളെടുത്ത് കുടിക്കുമല്ലോ. അതുങ്ങളത് വൈകിട്ടേ കുടിച്ചടാ. വല്ലാത്ത ചതിയായി പോയി. ഇവിടെ ഇങ്ങനെ ഇരുത്തിയാ മതിയാ? എഴുന്നേപ്പിച്ച് വിടണ്ടേ? അതെ, എങ്ങോട്ടാ പോകണ്ടേ? 5 പേർക്കുള്ള ചോറ് ഒറ്റയ്ക്ക് കയറ്റിയതല്ലപ്പാ, ഭാരുണ്ടാവും. തീരെ വയ്യ. ഈ അവസ്ഥയിൽ വിട്ട വല്ല വഴിയിലും മറിഞ്ഞു വീണ് കിടക്കും. പാവം, ഈ വരാന്ത തന്നെ കിടന്നോട്ടെ, രാവിലെ എഴുന്നേറ്റ് പോക്കോളും. പുറത്ത് നല്ല കാറ്റായതുകൊണ്ടാട്ടോ വരാന്ത കിടത്തുന്നേ.
വീട്ടിൽ കയറ്റാൻ പറ്റാത്ത ആളാന്ന് വിചാരിച്ചു എന്ന് വിചാരിക്കല്ലേ. അയ്യോ. തല വെക്കാനായിട്ട് അടുത്ത റെയിൽവേ പാളയിലുള്ളൂ അപ്പാ. സിസിലി ഒരു തലേനെ എടുത്തു കൊടുക്ക. ഓ അതാണ്. ആരാണാവോ? എന്താ ഇരുട്ട്. കിടന്നോളൂ, ഞാൻ കിടന്നോന്ന് കൂടെ കിടന്ന് നോക്കിയതാ. ചേട്ടൻ ഇത് കാര്യം. ദേ ചേട്ടാ എഴുന്നേറ്റ്. എന്താടി? ഇന്നലെ കിണറ്റിൽ വീണ ആളല്ലേ? അയ്യോ അയാൾ പിന്നെ വീണ? അതല്ല, അയാൾ ചേട്ടന്റെ ബ്രഷ് എടുത്ത് പല്ല് വെക്കുന്നു. കർത്താവേ, അയക്കൊന്നും പറ്റല്ലേ. എന്റെ സ്വന്തം ബ്രഷാ, തേച്ചോളൂ. വെച്ചോളൂ, എന്നും തേക്കുമ്പോ എന്നെ ഓർത്താ മതി. ഈ നേരായിട്ട് ഇയാള് പോയില്ലേ? എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞുവിടെ. ആനെ കുളിയും കഴിഞ്ഞ സോളമ, നടക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. നീ പുള്ളിക്കാരന്റെ വഴി വരെ കൊണ്ടാക്കിയിട്ട് വാ. വേഗം ചെല്ല്. ഒന്നും കഴിച്ചില്ല. അയ്യോ, നമുക്ക് ഒരുമിച്ച് ചായക്കടന്ന് പുട്ടുമുട്ടം കഴിക്കാം. അപ്പന്റെ പറ്റില്ലേ? ജിലേബി ഉണ്ടാവും അവിടെ. എന്താന്ന് വെച്ചാ വാങ്ങി കൊടുക്ക്. ലഡുവോ? ഞാനിപ്പോ റെഡി ആയിട്ട് വരാം. പലകിനി വന്നിട്ടേക്കാം. ഞാനിവിടെ ഭയങ്കര ഫേമസ് ആണ്. MG സോളമൻ എന്ന് പറഞ്ഞ കൊച്ചുകുട്ടികളെ ഓടിച്ചിട്ടടിക്കും. അല്ല, കൊച്ചുകുട്ടികളെ അറിയും. എന്റെ തെരുവിന്റെ നൊമ്പരം എന്ന കുട്ടികളുടെ ചിത്രം ഇറങ്ങിയിരുന്നെങ്കിൽ ഞാനിപ്പോ എവിടെ എത്തേണ്ടതാ? ഇപ്പൊ തെരുവ് തന്നെ ആയിപ്പോയി. അഹങ്കാരം പറയല്ല കേട്ടോ. അതിന്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് എനിക്ക് എന്നോട് തന്നെ ബഹുമാനം തോന്നിട്ട് ഞാൻ കുറച്ചേരം എഴുന്നേറ്റ് നിന്നു. കർത്താവേ, എനിക്ക് വിലക്കലിപ്പിച്ചിരിക്കുന്ന സമയാ. ഞാൻ മറന്നുപോയി. ഒരു മിനിറ്റ് നിൽക്കണേ, ഞാനിപ്പോ വരാം. ഞങ്ങളുടെ പോവാ. ആ ചാണക്കുഴി ചടിയാലോ. ഇവിടെ ഇരിക്കാം. എന്താണോ യുവതികളെ കണ്ടിട്ടില്ലേ? വേണ്ട. അത് ശരി, കൽപ്പന ലംഘിച്ച് മുന്നേറാണ് പതുങ്ങിയിരിക്കാണല്ലേ? നിന്നെ ഞാൻ കാണിച്ചു തരാം. അവിടെ ഇങ്ങോട്ട്. ഞാൻ ഒളിച്ചിരുന്നതല്ല, മൂത്രം ഒഴിക്കരുന്നതാ. സംശയം ഉണ്ടെങ്കിൽ വന്ന് നോക്ക്. ഇവിടെ കഴിക്കാൻ എന്തെങ്കിലും കൊടുക്ക്. എന്താ വേണ്ടത്? ഞാൻ എടുത്തോളാം. എടുത്തോളാന്നാ? കുളിക്കാൻ പോണോ? നിനക്കൊന്നും വേണ്ട സോളമ? ബാക്കി എന്തെങ്കിലും ഉണ്ടാവോ നോക്കട്ടെ. ഇപ്പൊ ഒരു ഗ്ലാസ് വെള്ളം മതി. പുട്ടുമായിട്ട് വല്ല ശത്രുതയുണ്ടോ? കഴുത്ത് പിടിച്ച് ഞെരിക്കണോ പോലെ?